ചുറ്റിലുമാണ് ആയിരങ്ങളായി ആര് നിൽക്കുന്നത്? ദൂതന്മാർ നിൽക്കുന്നത്. അപ്പോൾ നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നു. സ്നേഹം നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവേ നീ എന്നെ വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നു. അങ്ങനെയുള്ള ആരാധന നമ്മൾക്ക് ആവശ്യമാണ്. എന്നാൽ അതിനകത്ത് ഇമോഷൻ വന്ന് ചാട്ടവും ബഹളവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഈ ചാട്ടവും ബഹളവുമാണ് ആരാധന. അത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലാവുള്ളത്. ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ ആ ഭജന അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ പട്ട 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 പടന്ന് കേട്ടോ അവരും പപ്പ 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 എന്ന് അവരും പറയും. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ ഭജന അങ്ങോട്ട് പഴഞ്ഞ് മൂട്ടി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് ഒത്തിരി പരസ്യമായിട്ട് നടക്കുന്നു. അവർ എഴുന്നേറ്റ് ആടുന്നതുകൊണ്ട് അന്യഭാഷ നമ്മളെക്കാൾ സ്പീഡായിട്ട് പറയും അവർ. അതുപോലെ സിഖുകാർ നടത്തുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം പഞ്ചാബിലൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ദൂരെ നിന്ന് നല്ലപോലെ അന്യഭാഷ കേൾക്കും. അപ്പോൾ അവിടെ ഒരു സഭകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സഹോദരന്മാരോട് വാനിലായിരുന്നു. ഞാൻ പറഞ്ഞു വാൻ നിർത്താൻ പറഞ്ഞു. അന്യഭാഷ കേൾക്കുന്ന ഇവിടെ സഭകളൊന്നും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. നോക്കിയപ്പോൾ അവിടെ ശ്രദ്ധിച്ചപ്പോൾ വലിയൊരു ഗുരുദ്വാരയിൽ നിന്ന് വരികയാണ്. ഉടനെ ഞാൻ അവിടോട്ട് ചെന്നു. ഗുരുദ്വാര ചെന്നപ്പോൾ ഒരു 100-400 പേരിരുന്ന് അങ്ങ് അന്യഭാഷ പറയുകയും ഒരാൾ എഴുന്നേറ്റ് പ്രവചിക്കുകയുമാണ്. അന്യഭാഷ, നല്ല ക്ലിയർ അന്യഭാഷ. അവിടെ പെന്തക്കോസ്ത് അവർ കേൾക്കാൻ മുതൽ ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്. ഒരാൾ എഴുന്നേറ്റ് മറ്റൊരു എഴുന്നേറ്റ് കൈയും ഒക്കെ കാണിച്ച് കുറച്ച് പറഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദുഷ്ടാത്മാവിൻ്റെ ഒരുപാട് നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അത് വിശുദ്ധി പ്രാപിച്ചവരായി, ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരായി, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി പരിശുദ്ധാത്മാവുമായി നല്ലോണം ഇടകലർന്ന് കഴിയുമ്പോൾ ഹൃദയത്തിലുള്ള ഭാരം മാറി, ക്ഷീണം മാറി, സംശയം മാറി, പ്രയാസം മാറി, വിശ്വാസത്തിൽ ധീരന്മാരായി എഴുന്നേറ്റ് പോകും. അതാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ നമ്മൾ ആരാധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ഷീണങ്ങൾ മാറി ബലമുള്ളവരായിത്തീരുന്നു. അതാണ്. അല്ലാതെ നമ്മൾ കുറച്ച് ബഹളമുണ്ടാക്കി ഇത് ചെയ്താൽ അത് സാത്താൻ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. ഞാനൊരു പ്രാവശ്യം ന്യൂയോർക്കിൽ നിന്ന് കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാനായി ചെന്നപ്പോൾ അന്ന് എൻ്റെ ഭാര്യയെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റേജിൽ നിന്നൊരു കൊയർ, മലയാളി സഭയായിരുന്നു, കൊയറിൽ നിന്ന് അവർ ഞങ്ങളുടെ ഭാരങ്ങൾ ഇംഗ്ലീഷിൽ കൊയർ പാടിയിട്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ വയ്ക്കുക എന്ന് പറഞ്ഞ് അത് ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഞാനൊടുവിൽ ചെന്ന് പറഞ്ഞു ഈ പാട്ട് നിർത്തിയിട്ട് നമുക്ക് വേറെ. ഞാനൊടുവിൽ കൊയറിനോട് പറഞ്ഞു ഇത് ശരിയല്ല, ഇത് വചനപ്രകാരമല്ല. നമ്മുടെ ക്രൂശ് നമ്മൾ എടുക്കണം, നമ്മൾ എടുത്തിട്ട് മുൻപോട്ട് പോകണം. ഇങ്ങനെ ജനങ്ങളെ ഉത്തേജിപ്പിച്ച് പോകുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിഷമം തോന്നിയാലും കാര്യമല്ല, വചനപ്രകാരമായിരിക്കണം നമ്മുടെ സകലതും. ഇന്ന് സാത്താൻ വല്ല വിധത്തിൽ നമ്മുടെ ആരാധനയിൽ കിടക്കുന്ന എന്തിനാണ്? വിശുദ്ധന്മാർ ബലവാന്മാരാകരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു കേട്ടോ. വിശുദ്ധന്മാർ ബലവാന്മാരായാൽ എനിക്കവരെ പിടിക്കാൻ ഒക്കുകയില്ല. അവിടെ ആത്മീയ ഭാരങ്ങൾ. അതുകൊണ്ട് ആരാധന രണ്ട് കൊട്ടും മേളവും ബഹളവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആരാധന കടന്നൊരു സന്തോഷവുമായി വിശുദ്ധന്മാരുടെ ഭാരം അവിടെ എല്ലാം ഇരിക്കും. എന്നാൽ ഓരോരുത്തർ ശാന്തമായിരുന്ന് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി കഴിയുമ്പോൾ ഹല്ലേലൂയ വാൻ തുറന്ന് സംസാരിക്കും. അല്ലെങ്കിൽ കൊട്ടും കെട്ടുന്നുണ്ടെ ചാടുന്നുണ്ടെ മറ്റൊരു ചാടുന്നത് ഞാനും ചാടിയൊക്കെ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് എനിക്ക് കേരളത്തിൽ തന്നെയാണ്, സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സഹോദരി കണ്ണ് തുറന്ന് നോക്കുന്നു, വീണ്ടും നൃത്തം സ്റ്റേജിൻ്റെ അടുക്കിൽ നിന്ന് വീണ്ടും നോക്കുന്നു. ഉടനെ ഞാൻ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സഹോദരി എന്തിനാ വീണ്ടും കണ്ണ് തുറന്ന് നോക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവരെത്ര നേരമായി നിർത്തുന്നില്ലല്ലോ. പറഞ്ഞു കേട്ടോ, എന്നോട് പറഞ്ഞതാ. ഇവരെത്ര നേരമായി എന്ത് ചെയ്യുന്നു? നിർത്തുന്നില്ല. സഹോദരി എന്തുവാ മറ്റുള്ളവർ നൃത്തം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരൻ നൃത്തം ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരൻ നൃത്തം ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് എത്ര നേരമായി ഇവർ നൃത്തം ചെയ്തിട്ട് നിർത്തുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞതാ. ഇവർ നിർത്തുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അവർ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം. ഞാൻ പറഞ്ഞു സഹോദരിയോട് പറഞ്ഞു സഹോദരി താഴെ ഇരിക്കെ. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് സഹോദരി എന്തു ചെയ്യും? കർത്താവിന് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നൃത്തം ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ടല്ല, റബ്ബർ പന്ത് പോലെ ചാടും. ഞാൻ ഓർക്കുന്നുണ്ട് കരിങ്കുറ്റിക്കൽ എന്നെ ഇപ്പോഴും നല്ലവണ്ണം ഓർമ്മയുണ്ട്. രാത്രിയിൽ യോഗം നടക്കുക, ശനിയാഴ്ച രാത്രിയിൽ യോഗം നടക്കുക. അന്നേരം ഞങ്ങൾ ബാലന്മാരാകുന്ന ഞങ്ങൾക്ക് അകത്തിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അപ്പച്ചന്മാരെല്ലാം അകത്താണ്. അവർ ആരാധിച്ച് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്താൻ തുടങ്ങി പാസ്റ്റർ A.T. ചാക്കോയും മറ്റുള്ളവരും A.T. വർഷി എൻ്റെ പിതാവും അവരെല്ലാം ഹോളിന് വെളിയിൽ ചെന്നിട്ട് ചുറ്റും കിടന്ന് ഓട്ടമാണ്, ശക്തിയോടെ ഓടുകയാണ്.
കാരണം അവരിൽ വന്ന ആ ശക്തി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, വഹിക്കാൻ കഴിയുന്നില്ല. അന്ന് ശനിയാഴ്ച വെളുപ്പിനായി നടന്നത്. അന്ന് ഞായറാഴ്ച ചെങ്ങറമുക്കിന് യോഗമാണ്, പരസ്യയോഗം നടത്തുക. ഞാനും പരസ്യയോഗത്തിന് പോയിരുന്നു. ചെങ്ങറമുക്കിൽ നിന്ന് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള CSIക്കാരും മറ്റൊരെല്ലാവരും കൂടെ വന്ന് കൊടയും തല്ലിപ്പൊടിച്ച് ഡ്രമ്മും തമ്പേറെല്ലാം കൂടെ തല്ലിപ്പൊളിച്ചിട്ട് എൻ്റെ പിതാവിനെ മറ്റുള്ളവർ നല്ല ഇടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ നൃത്തം ചെയ്യുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നടന്നത്. ഇടിക്കാൻ നിർത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? നൃത്തം ചെയ്ത് മുൻഷി സാറും മറ്റുള്ളവർ ഇടിക്കാൻ നോക്കി ഇടിച്ചിടിച്ച് അവർ ക്ഷീണിച്ചു. എന്നൊക്കെ ഇവർ നല്ലപോലെ നൃത്തം ചെയ്തു. കൊട പോയി, മറ്റേത് പോയി, പുറത്തൊക്കെ. എന്നാൽ നല്ല റബ്ബർ പന്ത് പോലെ നിൽക്കുവാനിടയായി. അപ്പോൾ ആത്മാവിൽ ബലപ്പെടണം. ഞാൻ ഉദംപൂരിൽ ഒരു പ്രാവശ്യം നിന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടാമറിനടിച്ച് പാട്ട് പാടിയതിന് ശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുക്കളുടെ ഏരിയ ആയിരുന്നു. യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ അവരെല്ലാം കൂടെ പിടിച്ചെന്നെ ഒരു ടൈലർ ഷോപ്പ് പോലെ ഒരു കോണിൽ ടൈലറിന് ഒരു മുറിയിൽ കൊണ്ടുപോയി. 10-22 പേര് ഫുട്ബോൾ ഉപയോഗിക്കുന്ന പോലെ എന്നെ ഇട്ട് തൊഴിക്കാനും ഇടിക്കാനും തുടങ്ങി. അവരെല്ലാം ഒരു അരമണിക്കൂർ എടുത്തപ്പോൾ അവരെല്ലാം ക്ഷീണിച്ചു. എന്നായിട്ട് ഞാൻ പിന്നെയും പന്ത് പോലെ നിൽക്കുക. അവിടുന്ന് പിന്നെ 7 കിലോമീറ്റർ നടന്ന് ഞാൻ വീട്ടിൽ ചെന്നു. നടന്നാ പോയെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ വേദനയൊക്കെയാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ഉടനെ പറഞ്ഞില്ല ഞാൻ ഇന്ന് ഒത്തിരി അടി കൊണ്ടേച്ചാവുന്നത്, ഒന്നും പറഞ്ഞില്ല. ആ സന്തോഷം കൊണ്ട് ഒന്നും പറയാനേ പോയില്ല. അപ്പോൾ ഇത്രയും ഇടിയെല്ലാം കൊണ്ടിട്ടും ഞാൻ ക്ഷീണിച്ചില്ല. അതെന്താണ്? ആത്മാവിൻ്റെ ശക്തി. ഈ വെറുതെ കിടന്ന് ചാടിയാൽ തളർന്നു പോകത്തേ ഉള്ളൂ. ഈ ഡ്രം സെറ്റിൻ്റെ സ്പീഡിന് കയറുന്ന ഇലക്ട്രോണിക്കിൻ്റെ സ്പീഡിന് കയറി വെറുതെ ഇരുന്ന് ചാടിയാൽ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ കൈയും കാലിനും വേദനയെ കാണത്തുള്ളൂ. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് പോയി കഴിഞ്ഞാൽ, ആത്മാവിൽ നൃത്തം ചെയ്ത് ആത്മാവിൽ ശക്തി, ചിലപ്പോൾ കിടന്ന് ഉരുളും. ശക്തി വഹിക്കാൻ വയ്യ. ഞാൻ എത്ര പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് സഹിക്കാൻ വയ്യായ നിർത്തണേ എന്ന് എത്ര പ്രാവശ്യം ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വളരെ ശക്തി വന്നിട്ട് നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയിട്ട് ഞാൻ എത്ര പ്രാവശ്യം കർത്താവേ എനിക്കിനി വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യായേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം ശക്തി അത്രമാത്രം വന്ന് കേട്ടെന്ന് ഉരുളുക. ഒരു പ്രാവശ്യം ഞാൻ മിലിറ്ററി ഇരിക്കുമ്പോൾ ഗുവാഹട്ടിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഞാൻ 8-8:30 മണിയായപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാനായിരുന്നപ്പോൾ ഞാൻ ആത്മാവിലായി. അവിടെ കിടന്ന ഫുട്ബോൾ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്. അതിനകത്ത് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് വെളുപ്പിന് 4 മണിക്കാണ് ഞാൻ ശാന്തമായത്. അപ്പോൾ സോൾജിയേഴ്സ് അവരെന്നെയോടെല്ലാം ഡ്യൂട്ടി നിൽക്കുന്നുണ്ട്. അവർ പറയുക ഇതെന്തായിരുന്നു, അത് മുഴുവനും ഗ്രൗണ്ട് മുഴുവനും തീയായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ആർക്കും അടുത്ത് വരാൻ കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ ആ രാത്രി മുഴുവനും 8-8:30 തുടങ്ങിയിട്ട് വെളുപ്പിന് 4 വരെ എല്ലപ്പോൾ എൻ്റെ ഷർട്ടൊക്കെ കുറച്ചൊക്കെ കീറി. എന്നാലും എന്തനുഭവമായിരുന്നു. അതുപോലെ ആത്മശക്തി ധാരാളം നമ്മൾക്ക് വരും, ധാരാളം വരും. നമ്മളെ ഇടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യണം. എന്നെ പലപ്പോഴും അടിച്ചിട്ടുണ്ട്, തലക്കടിച്ചിട്ട്. ഒരിക്കൽ പോലും അടിക്കരുതെന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പോലും കൈയും കൊണ്ട് തടയാൻ പറ്റില്ല. അട്ടി തൊഴി ബഹളമായിട്ട് നടക്കും. എനിക്ക് അന്നേരം വേദനയൊന്നും തോന്നത്തില്ല. അന്നേരം എന്തോ സന്തോഷമാണെന്നറിയാം. ഇന്ന് വരെയും അടിക്കുന്നവരുടെ മുമ്പിൽ 15 പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം അടി കൊണ്ടിട്ട്, എന്നാൽ കാര്യമായ അടി 15 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയുള്ളൂ. മറ്റല്ലാത്ത തൊഴിയൊക്കെ എണ്ണമില്ല, ധാരാളം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരിടത്ത് പോലും കരഞ്ഞിട്ടില്ല. എന്താണ്? ആത്മാവിൻ്റെ ബലം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട്. അന്നേരം എന്ത് ചെയ്യാൻ? ആത്മാവിൽ. അങ്ങനെയുള്ള ആത്മനിറവിലേക്ക് നമ്മൾ മടങ്ങി വരണം. എന്നാൽ ഇമിറ്റേഷൻ, ഈ ഉപരിപ്ലവത്തിൽ കിടന്ന് ചാടിയാൽ ക്ഷീണമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ നിറഞ്ഞ് ശക്തിയാൽ നിറഞ്ഞവരായി ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാഞ്ഞ്, അത് റെഡിമെയ്ഡ് ആകരുത്. അകത്ത് നിന്ന് ദൈവത്തിൻ്റെ ശക്തി അതെങ്ങനെ വരണം? ശാന്തമായിരുന്ന് ആരാധിച്ച് നമ്മുടെ ധ്യാനത്തിങ്കിൽ എന്ത് ചെയ്യണം? തീ കത്തണം. ഹല്ലേലൂയ. അപ്പോൾ വാ തുറന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അത് വരുന്നത് നമുക്ക് ആത്മാവിൽ ബലം പ്രാപിപ്പാനാണ്. അങ്ങനെ ബലം പ്രാപിച്ചവർ കർത്താവിനോടുകൂടെ എന്ത് ചെയ്യാൻ പോകുകയാണ്? എന്ത് ചെയ്യാനാ പോകുന്നത്? നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശുവിനോടുകൂടെ പിതാവാകുന്ന ദൈവത്തിനോടൊപ്പം ഇരുന്ന്. ഹല്ലേലൂയ. ഞാൻ അതാണ് ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹിക്കുന്നത്? നീ എന്നെ എന്തിനാണ് ഇത്രമാത്രം സ്നേഹിക്കുന്നത്? നാം അവനോടുകൂടെ ഒപ്പം ഇരുന്ന് വാഴേണ്ടിയവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ഈ ഭൂമി അവിടെ ചെന്ന് വാഴ്ച, ഇവിടെ നമ്മൾ അതിനുവേണ്ടി
ഒരുക്കപ്പെടുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം.